ഇന്ന് ഇത്തിരി ചിക്കൻ വാങ്ങിച്ചേ, കുറച്ചേ വാങ്ങിച്ചോളൂ. നമുക്ക് പിന്നെ കുറച്ച് മതി. അത് ഈ മസാലയൊക്കെ പുരട്ടി വെച്ചപ്പം വരുന്ന ഒരാൾ വിശക്കണം ചോറായ ചിക്കനായാണെങ്കിൽ. വിശന്നിട്ടൊന്നുമല്ല, ചിക്കൻ വയ്ക്കുമ്പോൾ പിന്നെ ഭയങ്കര വിശപ്പാണ്. നമുക്ക് ഒരു സമാധാനം അവിടെ. പിന്നെ അവൻ്റെ ബഹളം കൊണ്ട് പെട്ടെന്ന് കറി അടുപ്പിലാക്കി. തിളയ്ക്കുമ്പോൾ ഓടി വരും, അമ്മ ചിക്കായാമെന്ന് കേട്ട്. കുറച്ച് നേരം വെയിറ്റ് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ചിക്കൻ ആവും നേരം അവൻ പിടിച്ച് നിന്നു. അപ്പോൾ അടുത്ത് മരിച്ചിനെ അരിഞ്ഞ് അടുപ്പിൽ വെച്ചപ്പം പിന്നെയും വന്നമ്മ ചിക്കൻ കറി ആയില്ലേ അമ്മ, നമുക്ക് കുറച്ച് നേരം നിൽക്കാം, മരിച്ചിനെയും കൂടെ ഒന്ന് വെച്ച് വിട്ടിടാം. മരിച്ചിന് രണ്ടുപേരും കഴിക്കില്ല, കല്യാണം കഴിക്കില്ല, ആദ്യം കഴിക്കൂല. എന്നാലും അതും കൂടെ വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. എന്നെ കഴുത്ത് പുരോഗമനം കഴിച്ചാൽ അത്രയും നല്ലതല്ലേ. അവർ രണ്ടുപേരും മരിച്ചിനെ തൊട്ടിട്ടില്ല. പിന്നെ വിശന്നിട്ട് നിൽക്കാൻ വയ്യേ എന്നുള്ള വിളിയിൽ 2 പേർക്കും ചോറിട്ടാൻ വേണ്ടി പോയി. പിന്നെ രണ്ടുപേർക്കും ചോറും ഇട്ട് ചിക്കൻ കറിയും വെച്ച്. അപ്പോഴാണ് സലാഡ് വെച്ചിരുന്നു. പിന്നെ സലാഡ് പെട്ടെന്ന് തന്നെ സലാഡ് അരിഞ്ഞ് സലാഡും ആക്കി അവർക്ക് 2 പേർക്കും കൂടെ കൊടുത്തു. ആ ചോറ് 2 കൂടെ കൊണ്ടുപോയി കഴിക്കാൻ 2 പേർക്കും നല്ല താമസമാണ്, കുറേ നേരം വിടണം. പിന്നെ മാമനും കൂടെ ചോറിട്ട് കൊടുത്ത് അവർക്ക് ചിക്കൻ കറിയും കൂട്ടി തിന്നണ കണ്ടില്ലേ. അങ്ങനെ അത് വെച്ച് ഇരുന്ന് 2 മണിക്കൂറെങ്കിലും വേണം കുറച്ച് ചോറ്. അതും പകുതി തിന്നും, പകുതി കളഞ്ഞിട്ട് പോകും. ചിക്കൻ കറി അത്രയും കൂട്ടും, പക്ഷേ ചോറ് കഴിക്കണത് ഭയങ്കര പാടാണ്. ആദ്യമായിട്ടുണ്ടാകും സൂപ്പർ കറിയൊന്നാണ്. ഞാൻ പോടാ കള്ളം പറയില്ല, മുഖത്തൊക്കെ ഒരു കള്ള ചിരിച്ചാണ്. എന്നിട്ട് പിന്നെ അവൻ്റെ പണി തുടങ്ങി. പിന്നെ കല്യാണിക്ക് അതിലൊന്നും നോട്ടമില്ല, ചിക്കൻ മാത്രം മതി, ചോറ് അതുപോലെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ മാമന് ചോദിക്കുമ്പോൾ 2 പേരും കൂടെ കൂടെ ഇന്ന് ഒരാളെ കണ്ടോളൂ, എന്തോ ഒരാൾ വരാത്തതെന്നും പറഞ്ഞ് നോക്കി ഇരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു വന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് മാമൻ ചോറൊക്കെ മറ്റുള്ള പറഞ്ഞ് ഇപ്പം വന്ന് നോക്കിയപ്പം കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്തോ, വന്ന് നോക്കിയിട്ട് അങ്ങ് തിരിച്ചു പോയി സാറ്. ഒരാൾ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ.